ആണയിടരുത്. നോട്ടറികളുടെയും വക്കീലന്മാരുടെയും അഫിഡവിറ്റുകളുടെയും കാലത്തിരുന്നുകൊണ്ട് മലയിലെ പ്രസംഗത്തിലെ ആണയിടരുത് എന്ന പ്രബോധനം വിചിന്തനം ചെയ്യുന്നത് തികച്ചും സാർത്ഥകമായി തോന്നുന്നു. പഴയ നിയമം ഉടമ്പടികളുടെ ലോകത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അബ്രഹാമും അബിമലേക്കും യാക്കോബും ലബാനുമൊക്കെ ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. തൻ്റെ മകനായ ഇസഹാക്കിന് വധുവിനെ അന്വേഷിച്ച് തൻ്റെ ദാസനെ അയക്കുന്ന അബ്രഹാം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ടുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ പറയുന്നത്. എന്നാലോ പുതിയ നിയമത്തിലെത്തുമ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. ഇന്നത്തെ തിരുവചന ഭാഗത്തിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നത് 2 ദൈവിക രഹസ്യങ്ങളാണ്. എല്ലാ ഉടമ്പടികളും നിയമങ്ങളുടെ പൂർത്തീകരണമായ തൻ്റെ തിരിച്ചോരയാൽ മുദ്രിതമാക്കപ്പെടേണ്ടതുണ്ട് എന്ന സത്യവും ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് എന്ന 2ാം പ്രമാണവുമാണ് അവ. മലയിലെ പ്രസംഗത്തിൻ്റെ പ്രതിധ്വനി എന്നോണം യാക്കോബ് ശ്ലീഹായും ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ആണയിടുന്നതിൻ്റെ അനൗചിത്യം. അവൻ പറയുന്നു, നിങ്ങളുടെ ഉത്തരം അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആകട്ടെ എന്ന്. സൃഷ്ടപ്രപഞ്ചത്തിലെ വെറുമൊരു കീടം മാത്രമായ മനുഷ്യൻ തൻ്റെ ഇംഗിതങ്ങൾക്ക് സാക്ഷിയായി ഉടയവനെ നിയോഗിക്കുന്നതിൻ്റെ അനൗചിത്യം ചിന്തിച്ചു നോക്കും. നടത്തുമെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കു വേണ്ടി സർവശക്തനെ കൂട്ടുവിളിക്കുക, അവൻ്റെ തിരുനാമത്തെ മലിനപ്പെടുത്തുക. എത്ര അനുചിതമാണ് നമ്മുടെ പ്രവൃത്തികൾ! ഇത് അഫിഡവിറ്റുകളുടെ കാലമാണ്. ജനിച്ചു എന്നും ജീവിച്ചിരിക്കുന്നു എന്നും മരിച്ചുപോയി എന്നുമൊക്കെ സത്യവാങ്മൂലം നൽകേണ്ട കാലം. പിയറി കോർണൽ പറയുന്നു, എ ലയർ ഈസ് ഓൾവേസ് ലാവിഷ് ഓഫ് ഓത്ത്സ്. നുണയൻ തൻ്റെ നുണകൾക്ക് പ്രതിജ്ഞകളെ കൂട്ടുപിടിക്കുന്നു എന്ന്. ശരിയാണെന്ന് തോന്നും വിധമാണ് ലോകത്തിൻ്റെ സഞ്ചാരം. ഇതിനോടൊപ്പം കൂട്ടി വായിക്കാവുന്നതാണ് ഷേക്സ്പിയറിൻ്റെ ചിന്ത. ഓത്ത്സ് ആർ ദ സിംബൽ ഓഫ് അവർ ലോയർ സെൽഫ് എസ്റ്റീം ആൻഡ് ഇൻറ്റഗ്രിറ്റി. നമ്മുടെ കുറഞ്ഞ ആത്മാഭിമാനത്തിൻ്റെയും ആർജവത്തിൻ്റെയും അടയാളമാണ് പ്രതിജ്ഞകളെന്ന്. സത്യം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോൾ ചെയ്യുന്നതെല്ലാം സത്യസന്ധമാകും. പരമസത്യം തന്നെയായ ദൈവത്തിലേക്കുള്ള യാത്രയാകട്ടെ നോമ്പുകാലം. ഉടമ്പടികളുടെ ഭാരമില്ലാതെ നമുക്ക് വ്യവഹരിക്കാം. കാരണം എല്ലാ ഉടമ്പടികളെയും അവൻ്റെ തിരിച്ചോര മുദ്രിതമാക്കിയിരിക്കുന്നു. ഓർക്കാം, സത്യം നമ്മെ സ്വതന്ത്രരാക്കും. ആമേൻ. ഗത്സമേനിയിലുള്ളം പിടഞ്ഞ നേരം കൈകാൽ കുഴഞ്ഞു വീണു. അനുകമ്പയാലെ അപ്പം മുറിച്ചു ഞാൻ, അഹങ്കാരത്താൽ എന്നെ മുറിക്കുന്നു നിങ്ങൾ. അനുകമ്പയാലെ അപ്പം മുറിച്ചു ഞാൻ, അഹങ്കാരത്താൽ എന്നെ മുറിക്കുന്നു നിങ്ങൾ. എന്നിണമൊഴുകി ചിതറിയ ഭൂമിയിൽ ദുർബല രക്തമിനി ചിന്തരുതേ. എന്നിണമൊഴുകി ചിതറിയ ഭൂമിയിൽ ദുർബല രക്തമിനി ചിന്തരുതേ. എൻ പിതാവിൻ പ്രിയരേ പ്രിയരേ പ്രിയമക്കളേ,
ഗത്സമനേലുള്ളം പിടഞ്ഞ നേരം കൈകാൽ കുഴഞ്ഞു കേണു. യെരൂശലേം ചിറകിലണച്ചൊരൻ സ്നേഹം മറന്നതെന്തേ? താതാ കൈവെടിഞ്ഞതെന്തേ? മുൾമുടി ചൂടിച്ച ശിരസിൽ നിന്നും ഒഴുകുന്നു ജീവരക്തം. പങ്കില്ലെന്നോതി ക്ഷാളനം ചെയ്യുന്ന ന്യായാസനങ്ങളെ മിഴി